തിരംഗ യാത്രയ്ക്ക് മോദി കളമൊരുക്കി എന്ന വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതിന്റെ സന്തോഷം പങ്കുവെക്കാനാണ് തിരംഗ യാത്ര എന്നാണ് BJP പറയുന്നത്. എന്നാൽ ഇന്ന് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന പല ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ആ യാത്ര കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയമായി ഉയർന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനവും പിന്നാലെ നിലക്കാതെയുള്ള അമേരിക്കയുടെ കാശ്മീർ പ്രയോഗവുമാണ്. കാശ്മീർ ഉഭയകക്ഷി പ്രശ്നമാണ്. മറ്റൊരു രാജ്യവും അഭിപ്രായം പറയാൻ വരേണ്ടതില്ലെന്ന കാലങ്ങളായിട്ടുള്ള ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ നിലപാടിൽ മോദി കാലത്ത് എന്തുപറ്റി എന്ന ചോദ്യമാണ് അതിൽ പരമപ്രധാനമെന്ന് കാണാം. തന്റെ ഡിയർ ഫ്രണ്ടായ ട്രംപിന്റെ ആവർത്തിച്ചുള്ള കാശ്മീർ പ്രയോഗത്തിൽ ഇതുവരെ ഒരു ആക്ഷേപവും പ്രധാനമന്ത്രി ഉയർത്തിയിട്ടില്ല. എന്തിന് ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിങ്ങൾ തലയിടുന്നു എന്ന ചോദ്യവും മോദിയിൽ നിന്നുണ്ടാകുമെന്ന് വെറുതെയെങ്കിലും ആഗ്രഹിച്ചു പോവുകയാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര സന്ദർശനം നിർത്തി ഇന്ത്യയിലേക്ക് എത്തിയ പ്രധാനമന്ത്രി കാശ്മീരിൽ പോകാതെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വേദികളിലേക്ക് പോയതും സംഘപരിവാർ വലിയ തെറ്റുകൾ ഏറ്റുപറയുന്നില്ല. വെടിനിർത്തലിലേക്ക് കടന്നപ്പോൾ അതിലുണ്ടായ ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് നേർക്കാണെന്ന് വ്യക്തമായിട്ട് ധാരണയുണ്ടായിട്ടും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്ക് നേർക്ക് പോർമുഖം തുറന്നവരാണ് സംഘപരിവാർ. വിക്രം മിശ്രയുടെ കുടുംബത്തെയും പെൺമക്കളെയും എല്ലാം പുലഭ്യം പറഞ്ഞ് സംഘപരിവാർ രംഗം അതിതീവ്രമാക്കി മാറ്റുകയാണ് ചെയ്തത്. BJPയുടെ മോദി സർക്കാരും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ക്രെഡിറ്റ് തങ്ങളുടെ നേട്ടമായി ഉയർത്തിക്കാട്ടിയപ്പോൾ പക്വമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വാർത്താ സമ്മേളനത്തിൽ വന്ന വിക്രം മിശ്രി വെടിനിർത്തൽ എന്ന തീരുമാനത്തിൽ കുറ്റക്കാരനായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം സർക്കാരിന്റെ നയ തീരുമാനത്തിൽ ഉദ്യോഗസ്ഥനെ മാത്രം കുറ്റക്കാരനാക്കി എന്തിന് നിർത്തുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം BJP നൽകുന്നില്ല. ഇതിനിടയിലാണ് ദേശസ്നേഹത്തിന്റെ ഹോൾസെയിൽ ഡീലർ ആയിട്ടുള്ള BJP തിരംഗ യാത്രയുമായി എത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ എവിടെയെന്ന ചോദ്യത്തിനും അവർ എങ്ങനെ അതിർത്തി കടന്നെത്തി ആക്രമണം നടത്തി എങ്ങോട്ട് പോയെന്ന ചോദ്യത്തിനും ഉത്തരമായിട്ടില്ല. ഒപ്പം ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനം കാലങ്ങളായി കാശ്മീർ വിഷയത്തിൽ പുലർത്തിപ്പോന്ന നിലപാടിന് എന്തുപറ്റി എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം എന്ന് കാണാം. ഒപ്പം അമേരിക്കയുടെ പാക് സമീപന നിലപാടിൽ ഭീകരവാദം എന്ന ഇന്ത്യ ആവർത്തിച്ചു പറയുന്ന വിഷയത്തിലെ മനഃപൂർവമായ മൗനവും മറകൂടാതെ പുറത്തു വന്നേ മതിയാകൂ. പ്രതിപക്ഷമായ കോൺഗ്രസ് ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും സർക്കാരിന് മറുപടിയില്ല. കൂടാതെ ഉദ്യോഗസ്ഥർ അമേരിക്കയുടെ മധ്യസ്ഥത എന്ന കാര്യം നിഷേധിച്ചിട്ടും വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന US അവകാശവാദങ്ങളിൽ മോദി സർക്കാർ മറുപടി പറയേണ്ടതുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചോദ്യങ്ങളിൽ അസഹിഷ്ണുത വച്ചു പുലർത്തുന്ന BJP തിരംഗ യാത്രയിലൂടെ തങ്ങളുടെ കുറവുകൾ നികത്താനുള്ള വഴികളാണ് ഇപ്പോൾ തേടുന്നത്.